വെൽക്കം ടു കോലിയൻ ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് KCS അമെൻമെൻറ്റ് 2023 Q&A പാർട്ട് 3. പാർട്ട് 1ഉം പാർട്ട് 2വിൻ്റെ ഒക്കെ കണ്ടിന്യൂവേഷനാണ് പാർട്ട് 3. നമ്മൾ ഓൾറെഡി പറഞ്ഞു നിർത്തിയിരുന്നത് സെക്ഷൻ 2OD പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും അതിൻ്റെ എക്സ്പ്ലനേഷനും ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സെക്ഷൻ 2P അത് മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, സെക്ഷൻ 2P ഓപ്ഷൻസ് ആർ എ ചീഫ് എക്സിക്യൂട്ടീവ്, ബി രജിസ്ട്രാർ, സി കേരള ബാങ്ക് ആൻഡ് ഡി നൺ ഓഫ് ദീസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, രജിസ്ട്രാർ. അപ്പോൾ സെക്ഷൻ 2P എന്താണ്? രജിസ്ട്രാർ. ഇത് ഓൾറെഡി ഉണ്ടായിരുന്നതാണ്, പക്ഷേ ഒരു ചേഞ്ച് സംഭവിച്ചു. എന്താണത്? സെക്ഷൻ 2Pയിൽ രജിസ്ട്രാറിനെ ഏതെങ്കിലും ഒരു വ്യക്തി എന്നായിരുന്നു പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അവിടെ അതെന്താക്കി മാറ്റി? എനി അതർ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്, അതായത് സംസ്ഥാന സർക്കാരിന്റെ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥൻ എന്നാണ് മാറ്റം വരുത്തിയത്. നോക്കൂ, എക്സ്പ്ലനേഷൻ നോക്കൂ. രജിസ്ട്രാർ മീൻസ് ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അപ്പോയിന്റഡ് അണ്ടർ സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 3. നമ്മളെ രജിസ്ട്രാറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് സെക്ഷൻ 3 സബ്സെക്ഷൻ 1ലാണ്. രജിസ്ട്രാർ എന്ന് പറഞ്ഞത് ആരാണ്? കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രാറിനെയാണ് രജിസ്ട്രാർ എന്ന് പറയുന്നത്. കൂടാതെ ആൻഡ് ഇൻക്ലൂഡ്സ് എനി അതർ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓൺ ഹൂം all or any of the powers of the registrar under this act are conferred. അപ്പോൾ മുൻപ് ഇത് എനി പേഴ്സൺ, ഈ എനി അതർ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സ്ഥാനത്ത് എനി പേഴ്സൺ, ഏതെങ്കിലും ഒരു വ്യക്തി എന്നായിരുന്നു രജിസ്ട്രാറിനെ കുറിച്ച് പറഞ്ഞിരുന്നത്. ഇവിടെ ഇപ്പോൾ പറയുന്നു സംസ്ഥാന സർക്കാരിന്റെ മറ്റേതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ വേണം രജിസ്ട്രാർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ എനി പേഴ്സൺ എന്ന സ്ഥാനത്ത് നമ്മൾ എന്താക്കി മാറ്റി? എനി അതർ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പഠിക്കണം. എവിടെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? സെക്ഷൻ 2Pയിലാണ് രജിസ്ട്രാറിനെ ഡിഫൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്ഷൻ 2QBA ഡിഫൈൻസ്. ഓപ്ഷൻസ് നോക്കൂ. എ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്, ബി സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, സി യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഡി പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്, സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പോൾ നമുക്കറിയാം സെക്ഷൻ 2Q മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. QA, QB, പിന്നെ പുതുതായിട്ട് ഇൻസേർട്ട് ചെയ്തതാണ് QBA. അപ്പൊ 2Q തൊട്ട് പറയുകയാണെങ്കിൽ എന്താണ് 2Q റൂൾസ്? 2QA എന്താണ്? ഷെഡ്യൂൾഡ് കാസ്റ്റ്. 2QB ഷെഡ്യൂൾഡ് ട്രൈബ്സ്. അതിനുശേഷം പുതുതായിട്ട് കൊണ്ടുവന്ന സെക്ഷനാണ് സെക്ഷൻ 2QBA, സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. എന്താണത് നമുക്ക് നോക്കാം. സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് മീൻസ് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് formed for the welfare of social classes like differently abled persons, aged persons, transgenders, depressed persons or mentally challenged persons. നമ്മുടെ സാമൂഹികപരമായിട്ടുള്ള ക്ലാസ്സുകൾ, സോഷ്യൽ ക്ലാസ് ആയിട്ടുള്ള ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ, ഭിന്നശേഷിക്കാർ, പ്രായമായവർ, ട്രാൻസ്ജെൻഡേഴ്സ്, പിന്നെ വിഷാദ രോഗികൾ, പിന്നെ മാനസികമായിട്ട് വെല്ലുവിളികൾ നേരിടുന്ന ആ ഒരു ആൾക്കാരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് വന്ന ഒരു പ്രാഥമിക സഹകരണ സംഘമാണെന്ത്? സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും നിങ്ങൾ പല ടേമുകളും പഠിക്കുമ്പോൾ ആ ഒരു ടേമുമായിട്ട് കണക്ട് ചെയ്ത് അതിൻ്റെ മീനിങ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആ പേരിൽ തന്നെ ഉണ്ട് സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലേ? സാമൂഹികപരമായിട്ടുള്ള ക്ഷേമത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ സോഷ്യൽ ക്ലാസ്സസ് ഏതൊക്കെയാണ്? ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ്, ഏജ്ഡ്, ട്രാൻസ്ജെൻഡേഴ്സ്, ഡിപ്രസ്ഡ് പേഴ്സൺസ്, മെന്റലി ചലഞ്ചഡ് പേഴ്സൺസ്. ഇവരുടെ ക്ഷേമത്തിന് വേണ്ടി വന്ന ഒരു സംഘമാണെന്ത്? സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. സെക്ഷൻ 2QBA, അത് മറന്നു പോകരുത്, സെക്ഷൻ 2QBA. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്ഷൻ 2V. ഓപ്ഷൻസ് ആർ എ രജിസ്ട്രാർ, ബി സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, സി യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ഡി നൺ ഓഫ് ദീസ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പോൾ എന്താണ് സെക്ഷൻ 2V? പുതുതായിട്ട് വന്നതാണ് സെക്ഷൻ 2V, യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. മീൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വിച്ച് ആർ രജിസ്റ്റേർഡ് ടു പ്രൊമോട്ട് ഓണ്ടർപ്രണർഷിപ്പ്, ന്യൂ ടെക്നോളജി, ഇന്നോവേഷൻസ് ആൻഡ് സ്റ്റാർട്ടപ്സ് with the objective to generate employment and income and the welfare of youth and having its area of operation within one district. അപ്പോൾ യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി യുവാക്കളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. ആ പേരിൽ തന്നെ ഉണ്ട്, യുവാക്കളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്. അവർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക,
വരുമാനം കൊടുക്കുക, പിന്നെ പുതിയതായിട്ടുള്ള ടെക്നോളജി കൊണ്ടുവരിക, ഇന്നവേഷൻസ്, സ്റ്റാർട്ടപ്സ്, ഇതൊക്കെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നൊരു സഹകരണ സംഘമാണെന്ത് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് വിത്തിൻ 1 ഡിസ്ട്രിക്റ്റ് ആണ്, ഒരു ജില്ലയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്ന് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്താണ്, പിന്നെ അവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ വിത്തിൻ 1 ഡിസ്ട്രിക്റ്റ് എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സെക്ഷൻ 2V, മറന്നു പോകരുത്, സെക്ഷൻ 2V, യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആൻ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി ഷാൾ ബി ഡിസ്പോസ്ഡ് ഓഫ് ബൈ ദ രജിസ്ട്രാർ വിത്തിൻ ഡാഷ് ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് receipt of the application. Options are A 60 days, B 90 days, C 30 days and D 15 days. Correct answer is option A 60 days. രജിസ്ട്രേഷനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 7ലാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ ആർക്കാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്? രജിസ്ട്രാറിനാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ് രജിസ്ട്രാർ എത്ര ദിവസത്തിനുള്ളിൽ തീരുമാനമെടുത്തിരിക്കണം? 60 ദിവസം. അമെൻമെന്റിന് മുമ്പ് അത് എത്ര ആയിരുന്നു? 90 ഡേയ്സ് ആയിരുന്നു. ഇപ്പോൾ അത് മാറ്റി എന്താക്കി? 60 ഡേയ്സ് ആക്കി. അപ്പോൾ രജിസ്ട്രേഷൻ ഡിസ്പോസൽ പീരീഡ് ഇപ്പോൾ എത്രയാണ്? 60 ഡേയ്സ് ആണ്. ഇത് ഏത് സെക്ഷനിലാണ് പറയുന്നത്? സെക്ഷൻ 7 സബ്സെഷൻ 3ലാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വേർ ദ രജിസ്ട്രാർ refuses to register a society, he shall communicate the order of refusal together with the reasons, therefore within dash days of such order to such of the applicants. Options are A 7 days, B 15 days, C 30 days and D none of these. Correct answer is option B ആണ് 15 days. നമ്മൾ ഓൾറെഡി പറഞ്ഞു, രജിസ്റ്റർ ചെയ്യണമെങ്കിൽ, ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ രജിസ്ട്രാർക്ക് കൊടുക്കണം അല്ലേ, ആപ്ലിക്കേഷൻ കൊടുക്കണം. ഇങ്ങനെ കൊടുക്കുമ്പോൾ അദ്ദേഹം വിത്തിൻ 60 ഡേയ്സ് അതെന്ത് ചെയ്യും? രജിസ്റ്റർ ചെയ്യും. ഇങ്ങനെ ചെയ്തില്ല, അതായത് റെഫ്യൂസ് ചെയ്യുക, നിരസിക്കുകയാണ്. രജിസ്ട്രാർ ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ റിഫ്യൂസ് ചെയ്യുകയാണ്, നിരസിക്കുകയാണെങ്കിൽ അദ്ദേഹം എത്ര ദിവസത്തിനുള്ളിൽ റീസണോടുകൂടി അതിൻ്റെ കാരണം എന്താണ്, റെഫ്യൂസ് ചെയ്യാൻ അതിൻ്റെ കാരണം എന്താണ് എന്നും കൂടെ ചേർത്ത് നമ്മളെ അറിയിക്കണം. എത്ര ദിവസത്തിനുള്ളിൽ അറിയിക്കണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എത്ര ദിവസമാണ്? 15 ഡേയ്സ്, 15 ദിവസത്തിനുള്ളിൽ അദ്ദേഹം നമ്മളെ അറിയിക്കണം. ഓക്കെ, മുമ്പ് അത് എത്ര ദിവസമായിരുന്നു? 7 ദിവസമായിരുന്നു. ഇപ്പോൾ അതെന്താക്കി? റെഫ്യൂസൽ പീരീഡ് 15 ഡേയ്സ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യനിൽ രജിസ്ട്രേഷൻ ഡിസ്പോസൽ പീരീഡ് ഇപ്പോൾ 60 ദിവസവുമാക്കി. പിന്നെ ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യനിൽ രജിസ്ട്രേഷൻ എന്താണ്? റെഫ്യൂസ് ചെയ്താൽ അത് എത്ര ദിവസത്തിനുള്ളിൽ നമ്മളെ അറിയിക്കണം? റെഫ്യൂസൽ പീരീഡ് 15 ദിവസം. മറന്നു പോകരുത്. അപ്പോൾ ഇതും ഏത് സെക്ഷനിലാണ് പറയുന്നത്? ഈ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സെക്ഷൻ 7ലാണ്. പിന്നെ ഇങ്ങനെ പറയുന്ന പോയിന്റ്സ് സബ്സെഷനിലാണ് പറയുന്നത്. അത് ഏത് സബ്സെഷനാണ്? സെക്ഷൻ 7 സബ്സെഷൻ 2ലാണ് ഈ റെഫ്യൂസൽ പീരീഡിനെ കുറിച്ച് പറയുന്നത്. പിന്നെ ഡിസ്പോസൽ പീരീഡിനെ കുറിച്ച് പറയുന്നത് ഏത് സെക്ഷനാണ്? സെക്ഷൻ 7 സബ്സെഷൻ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എവരി സൊസൈറ്റി ഷുഡ് അഫിലിയേറ്റ് ടു ഇറ്റ്സ് അപ്പെക്സ് സൊസൈറ്റി ഓർ സെൻട്രൽ സൊസൈറ്റി വിത്തിൻ ഡാഷ് ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. ഓപ്ഷൻസ് ആർ A 90 days, B 60 days, C 45 days and D none of these. Answer is option C 45 days. അപ്പോൾ എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റീസ്. സെക്ഷൻ 8A അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റീസിനെ കുറിച്ച് പറയുന്നത്. അംഗത്വം എടുത്തിരിക്കുക. ഏത് സൊസൈറ്റി രജിസ്റ്റർ ചെയ്താലും അവരെന്ത് വേണം? അപ്പെക്സ് സൊസൈറ്റിയിൽ, അതിൻ്റെ അപ്പെക്സ് സൊസൈറ്റിയിൽ അംഗത്വം എടുത്തിരിക്കണം. അതാണ് അഫിലിയേഷൻ എന്ന് പറയുന്നത്. ഇതിനൊരു ടൈം ലിമിറ്റ് ഉണ്ടായിരുന്നു. എത്ര ദിവസത്തിനുള്ളിൽ എടുത്തിരിക്കണം? മുമ്പ് അത് 60 ദിവസമായിരുന്നു. ഇപ്പോൾ അത് അമെൻമെന്റ് അനുസരിച്ച് 45 ദിവസമായിട്ട് മാറ്റി. തിരിഞ്ഞു പോകരുത്, 45 ഡേയ്സ്. എല്ലാ സൊസൈറ്റികളും അവരുടെ അപ്പെക്സ് സൊസൈറ്റിയിലോ അല്ലെങ്കിൽ സെൻട്രൽ സൊസൈറ്റിയിലോ രജിസ്ട്രേഷൻ കഴിഞ്ഞ് എത്ര ദിവസത്തിനുള്ളിൽ അംഗത്വം എടുത്തിരിക്കണം? 45 ദിവസത്തിനുള്ളിൽ അംഗത്വം എടുത്തിരിക്കണം. ഇത് ഏത് സെക്ഷനിലാണ് പറയുന്നത്? സെക്ഷൻ 8A അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റീസിനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 14 ഓഫ് KCS ആക്ട് 1969. ഓപ്ഷൻസ് നോക്കൂ. A അമെൻമെന്റ് ഓഫ് ബൈലോസ്, B subject matter of bylaws, C amalgamation, merger, transfer of assets and liabilities and division of society, and D none of these. Correct answer is option C amalgamation, merger, transfer of assets and liabilities
ആൻഡ് ഡിവിഷൻ ഓഫ് സൊസൈറ്റി. അപ്പോൾ ഇവിടെ ഒരു അമെൻമെന്റ് വന്നു, ഒരു ചേഞ്ച് വന്നതെന്നാൽ ഇതിന്റെ ഹെഡിങ്ങിൽ തന്നെയാണ് ചേഞ്ച് വന്നത്. നേരത്തെ അമാൽഗമേഷൻ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് ഡിവിഷൻ ഓഫ് സൊസൈറ്റി എന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് അമാൽഗമേഷന് ശേഷം മേജർ എന്നും കൂടെ കൊണ്ടുവന്നു. MERGER, മേജർ. മറന്നു പോകരുത്, ചിലപ്പോൾ ഇവർ ആ ഒരു ഹെഡിങ് തന്നിട്ട് അതിലേതാണ് ചേഞ്ചസ് എന്നൊക്കെ ചോദിക്കാം. എന്താണ് അമാൽഗമേഷൻ, മേജർ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് ഡിവിഷൻ ഓഫ് സൊസൈറ്റീസ്. മറന്നു പോകരുത്, ഹെഡിങ്ങിൽ തന്നെയാണ് അമെൻമെന്റ് വന്നിട്ടുള്ളത്.